ആഹാ, അടിപൊളി സ്ഥലടാ ഡെന്നിലെ. ഇത് വെറും കാടാണല്ലോ, ഇവിടെ എന്താ ഇതിന് മാത്രം രസം? അതൊക്കെ ഉണ്ട്, നീ വായോ. എന്താണ് ചെറു നീ ഒന്നും ഉണ്ടാത്ത? അതെങ്ങനെയാ? പള്ളിയും പ്രാർത്ഥനയും അവൻ്റെ ജീവിതം. അപ്പൊ പിന്നെ ഇങ്ങനെ കറങ്ങാൻ എവിടെയാ നേരം? ശരിയാടാ, കണ്ടില്ലേ, അവനേക്കാൾ വലിയ കൊന്തയാ അവൻ കഴുത്തിലിട്ടിരിക്കുന്നേ. ഇത് വികാരിയച്ഛൻ വെഞ്ചരിച്ചെന്ന കൊന്തേ. നോക്കട്ടെ, എളുപ്പല്ല നീ. വേഗം വായോ, ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിള്ളേരെ കലാപരിപാടി ആദ്യമായിട്ടല്ലേ തുടങ്ങല നമുക്ക്. അതങ്ങ് പൊട്ടിച്ചു നോക്കി. അയ്യോ, ഇതൊന്നും വേണ്ട, ഇതൊന്നും നമുക്ക് ശീലാത്തതല്ലേ. അല്ലെങ്കിലും കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനെന്നല്ലോ നമ്മൾ വന്നത്. ഏതായാലും നമ്മളിത് പൊട്ടിച്ച് കഴിക്കാൻ പോവാ. അങ്ങനെയാണ് നിങ്ങൾ പൊട്ടിച്ച് അഴിച്ചോ, ഞാൻ പോവാ. ശരി, വാടാ. നമുക്കിത് വേണ്ട, വാ നമുക്ക് പോവാ. എന്നാ പോണി പോടാ. പോണേ പോട്ടാ. ഞങ്ങൾ താഴെ ഉണ്ടാവും. എവിടെ പോവാൻ? അവരിങ്ങോട്ട് തന്നെ എത്തും. എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അവരോട് ഇരുന്ന് വെള്ളം അടിക്കണോ? അതല്ലടാ, നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാം അവരെ. എന്താ നീ പോയി വിളിച്ചിട്ട് വാ, ഞങ്ങളില്ല. വഴുത്താറ്റാണ്ട് പോക്കോളോ. വാടാ പോവാ. ജെറി എവിടെ? അത് കൊള്ളാം, അവൻ നിങ്ങളുടെ കൂടെയല്ലേ വന്നത്? അവൻ നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അവൻ എവിടെയാടാ? സമയം കളഞ്ഞിട്ട് കാര്യമില്ല, വാ നോക്കാം. എല്ലാത്തിനും കാരണം ഇവന്മാരാ. ഞങ്ങളല്ലടാ. ഇനി എന്തിനാണിത്? ഇതിനി നമ്മുടെ ജീവിതത്തിൽ വേണ്ടടാ. ദൈവമേ, അവൻ എവിടെയാ? വാടാ, ഈ കൊന്ത അത് പിന്നെടുക്കാം. അവൻ ഈ വഴി പോയിക്കാണ്. ഒന്ന് വീണതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഇതാ നോക്കിയാടാ. അപ്പോ ആ കൊന്ത ആ ദിവസം അവർക്ക് മുമ്പിൽ വെച്ചു നീട്ടിയത് ഒരു പുതിയ അനുഭവമായിരുന്നു. ജപമാല എന്ന അത്ഭുതവട്ടം, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ഒരു മാന്ത്രിക സ്പർശം. അവർ കത്തിച്ചു വെച്ച ഓരോ തിരുനാളങ്ങൾക്ക് പിന്നിലും ഒരു മാസ്മരികതയുണ്ട്. പ്രത്യാശയുടെ ആഴങ്ങൾ പതിയുന്ന ഒരു കഥയുണ്ട്. സർവേശ്വരനോടുള്ള വിളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സർവോപരി അനശ്വരമായ ഒരു വിശ്വാസമുണ്ട്.